ഈ 2 വർഷം അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് അതിന് ശേഷം തിരിച്ചു വരുന്നു. ഒരു ഗേൾ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോകുന്നു. ഇതായിരുന്നു എന്റെ പ്ലാൻ. അടുത്ത വർഷം ഇതേ സമയം ഇതുപോലെ കാണിക്കണം, അല്ലാതെ അടുത്ത വർഷം കുടുംബ കോടതിയിൽ നിൽക്കരുത്. ഇങ്ങനത്തെ കുറെ കമന്റ്സും കാര്യങ്ങളും ഉണ്ട്. ഇന്ന് നമ്മുടെ ഗുലാമി ഗംഗയുടെ കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സോഷ്യൽ മീഡിയ മൊത്തം അതാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മൊത്തം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല, യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഈ ഫേസ്ബുക്കിനകത്ത് ചില അമ്മാവന്മാരുണ്ട്, ഈ പല തന്തയ്ക്ക് വർക്കാത്തവന്മാരെന്ന് തന്നെ വേണമെങ്കിൽ പറയണം. കാരണം അതുപോലത്തെ കാര്യങ്ങൾ നമ്മളൊരു കാര്യം സത്യസന്ധമായിട്ട് കൊണ്ട് ഇപ്പം യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അതേ വീഡിയോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഇടുവാണെങ്കിലോ എൻ്റെ പൊന്നോ, ഫേസ്ബുക്ക് ഓടികളെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതുപോലത്തെ തോന്നിവാസം എഴുതി പിടിപ്പിക്കാനാണ്. ഞാൻ നോക്കുമ്പോൾ അവൻ ഇന്ന് എടുത്തുകൊണ്ട് പോയ ഒരു വീഡിയോ മൊത്തം തോന്നിവാസം. പറ്റുവാണെങ്കിൽ ഇവിടെയൊക്കെ ലൈഫ് സ്റ്റോറി ഇരുന്നത് കേൾക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ പുള്ളിക്കാരൻ നേരത്തെ ഒന്ന് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തൊക്കെയാണ്. അതും പറഞ്ഞ് കുറേ ആൾക്കാരിരുന്ന് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാം ട്രെൻഡിങ് സെക്കൻഡ് ഹാൻഡ് ആണല്ലോ എന്നുള്ള രീതിയിലൊക്കെ കുറേ എണ്ണം വന്നും എഴുതുന്നുണ്ട്. വിവരം കെട്ടവന്മാരൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ഇവിടെ അവനെ ഒന്നുമില്ലാത്ത സമയത്താണെങ്കിൽ പോലും അവൾക്കറിയാം വന്ന വഴി എന്താണെന്ന്. വന്ന വഴി ആ പെണ്ണിന് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് എന്താ പറയുക, പാലുകാച്ച സമയത്ത് അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവൻ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ, അവൻ്റെ ആ ഓരോ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആൾ ജെനുവനാണ്, പുള്ളിക്കാരൻ ജെനുവനാണ്. ആ ഒരു പയ്യൻ അത് അവർക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് തന്നെ ഞാൻ പറയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ കല്യാണ വീഡിയോസും കാര്യങ്ങളും കാണാം. പിന്നെ കുറേ എണ്ണം വന്ന് കമൻറ്റ് ഇട്ടും എഴുതുന്നുണ്ട്. അതിൻ്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വെച്ച് തരാം. എന്നാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. എനിക്ക് തരണ്ട, എന്നെ കൂടുതലും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ രേണുവിൻ്റെ വിഷയത്തിലൊക്കെ എല്ലാവർക്കും ഭയങ്കര കലിപ്പാണല്ലോ. എന്തായാലും ഈ ഗംഗ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊക്കെ പ്രഹസനമായിട്ടാണോ നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? ഇതൊക്കെ പ്രഹസനമാണോ? ഗുരുവായൂർ അമ്പലത്തിൽ കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ? സിനിമയിലൊക്കെ കാണുമ്പോൾ എല്ലാവരും കൈയും കാലുമൊക്കെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്തിലെ പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ ലൈഫിൽ ഒന്നേ ഉണ്ടാവത്തുള്ളൂ, ഈ കല്യാണം എന്ന് പറഞ്ഞൊരു സംഭവം. ഒന്ന് അത് നല്ല രീതിയിലാണ്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഡാൻസൊക്കെ കളിച്ച് ഈ കല്യാണ പന്തലോട്ടൊക്കെ വരാൻ. ഇതൊക്കെ ഒരു ഭാഗ്യപടി. ഇതൊക്കെ എന്താ പറയണ്ടേ, ഈ കുറേ എണ്ണം കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ ഇരുന്ന് കൊണ അടിക്കുന്ന കുറേ അമ്മാവന്മാരുണ്ട്. എനിക്ക് സത്യം പറയാം, ആ കമൻറ്റ് വായിക്കൊള്ളാത്ത കുറേ കമൻസുകളുണ്ട്. അതും അമ്മാതിരി വൃത്തി എഴുതി വെച്ചേക്കുന്നത്. നല്ലോണം പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ കുറച്ച് മാന്യത പഠിച്ചു. അവിടുത്തെ ക്യാമറാമാനാന്ന് പറഞ്ഞു, ചേട്ടാ ഒന്നും കൂടെ പൊക്കാൻ. അവനൊരു പാവം പിടിച്ചവനാ. അതാ ഒരു 58 മിനിറ്റിൻ്റെ ഒരു വ്ളോഗ് ഉണ്ട് ഇവരുടെ ലൈഫ് സ്റ്റോറി പറയുന്നത്. ഞാൻ അതിരുന്ന് മൊത്തം ഇരുന്ന് കണ്ടു. സാധാരണ അങ്ങനെ എന്താ പറയണ്ടേ, ഈ കാണുന്നതല്ല ഞാൻ, ഇതൊരു മൊത്തം വരുന്ന ഞാനങ്ങനെ കണ്ടു. അപ്പം ഈ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മനുഷ്യനെയൊക്കെ വന്ന് കുറ്റം പറയുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്യാവശ്യം വ്ളോഗേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ കാർത്തി സൂര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ. പിന്നെ യൂട്യൂബിൽ ഫീൽഡിലുള്ളവരെല്ലാവരും അവർ വിളിക്കാതിരിക്കത്തൊന്നുമില്ല, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ. പിന്നെ ഗംഗയുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, പുള്ളി എവിടെ നിന്നാണ് തുടങ്ങിയതും പുള്ളിയുടെ റേഷൻ കട വീഡിയോസും അത് ഇത് മണ്ണെണ്ണ, പിന്നെ എന്താ പറയണ്ട, പുള്ളിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും. പിന്നെ കൂടെ നിന്ന് ഒരുപാട് ആൾക്കാർ ചിരിച്ച് കളിച്ച് കൂടെ നിന്ന് ഒരുപാട് പുള്ളി ചതിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ യൂട്യൂബ് ഈ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിൻ്റെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിൽ വന്ന് തീർക്കുക എന്ന് പറയുന്നൊരു വിഷയം. പുള്ളി അതുപോലെ തന്നെയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ
എന്താ പറയണ്ടേ, യൂട്യൂബിൽ കൊണ്ടുവരാതെ പേഴ്സണലായിട്ടാണെങ്കിൽ അത് പേഴ്സണലായിട്ട് തീർക്കാനേ നോക്കത്തുള്ളൂ. അതൊക്കെ ആ പുള്ളിയുടെ വീഡിയോസ് കാണുമ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ പണ്ടോട്ട് ഫോളോ ചെയ്യുന്നതാണ്. എന്നെക്കാളും കൂടുതലും ഈ പുള്ളിയുടെ വീഡിയോ കാണുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ പുള്ളിക്കാരി എപ്പോഴും പറയും അടിപൊളിയാണ്, ഗംഗയുടെ വീഡിയോ കാണാൻ നല്ല രസമാണ്, ഞാനിത് കാണും. അങ്ങനെ അതിന് ശേഷമാണ് എന്നെ ഒരു ദിവസം ഇരുന്നപ്പോഴാണ് ഈ വീഡിയോ ഒന്ന് കണ്ടതെന്നും പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു വ്ളോഗ് കാണിച്ചു തന്നു. ആദ്യം ഒരു റീലാണ് കാണിച്ചു തന്നെ. അപ്പം ഒന്നുമില്ലായ്മയെന്ന് ഇത്രയും ഒരു പെൺകുട്ടി എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എന്താ നിനക്ക് ഇത്ര അഡിക്ഷൻ അല്ല, ഇതൊക്കെ ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. സത്യം പറഞ്ഞുതരാം, അതൊക്കെ ആ ഒരു സിറ്റുവേഷൻ വരുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് സിറ്റുവേഷൻ, ഈ ഒന്നുമില്ലായ്മയുടെ സിറ്റുവേഷനെ, അതൊന്നും ചേട്ടായിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നും പറഞ്ഞ് അന്ന് എന്നെ ഇരുന്ന് ട്രോൾ ചെയ്തിട്ട് ഇനി മുതൽ ഈ വീഡിയോസൊക്കെ കാണാമെന്നും പറഞ്ഞിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യം ഇതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ കല്യാണ വീഡിയോ ഇതൊക്കെയാണ്. ഇനി നേരത്തെ ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. അവരുടെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്, കിടക്കട്ടെ, കണ്ടു നോക്ക്. ഈ 2 വർഷം അത്യാവശ്യം യാത്രയൊക്കെ ചെയ്ത് കുറച്ച് ഡൈനിജനം തിരിച്ചു വരുന്നു. ഒരു ഗേൾ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പോകുന്നു. ഇതായിരുന്നു എൻ്റെ പ്ലാൻ. സോ അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞുള്ളത് എനിക്കിപ്പോൾ ഒരു വിഷയമല്ല. അന്നും പുള്ളിക്കാർക്ക് ഇന്നപോലെ ഒരു കുഞ്ഞിനെയൊക്കെ അഡോപ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇവൻ ഓൾറെഡി കല്യാണം കഴിച്ചൊരു മോളുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അതൊന്നും ഒരു വിഷയമായിട്ടില്ല. പിന്നെ അറിയാമല്ലോ, കല്യാണം കഴിച്ച് ഒരു ഡിവോഴ്സ് ആവാൻ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഇപ്പം എങ്ങനെ കൂട്ടത്തിലുള്ളവന്മാരെ അങ്ങനെ കൂട്ടുകാരികളൊക്കെ കാണുമ്പോൾ അത് വേണ്ട ശരിയാകത്തില്ല. ഈ കൂട്ടുകാരികളെന്ന് പറയുന്ന ചില സാധനങ്ങളുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം കയറി ഇടപെട്ട് എല്ലാം കഴിഞ്ഞ് എല്ലാം കുളവാക്കി എല്ലാം കഴിഞ്ഞിട്ട് നാളെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ കുറേ നാറികളുണ്ട്. ഞാൻ പെട്ടെന്ന് പല കാര്യങ്ങളൊന്നും ആലോചിച്ച് പോയതാണ്. പറ. ഒരു വിഷയമല്ല, കാരണം എനിക്കത് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ അതിൽ എനിക്കെന്താ പറയാ, എനിക്കതിൽ എന്നും സന്തോഷം മാത്രമേ ഉള്ളൂ. നാളെ ഒരു ടൈമിൽ ഞങ്ങളുടെ അടുത്തോട്ട് അവൾ കുഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ ഈ 4 കൈകളും കൊണ്ട് റെഡിയാണ്. ഈ 4 കൈകളും കൊണ്ട് ഞങ്ങൾ റെഡിയാണ്. അങ്ങനെ എൻ്റെ വീട്ടിലൊരു സംസാരം ഉണ്ടായി തുടങ്ങി. ഈ അപ്പു നല്ല ചെറുക്കനാണ്, അവനെ പോലെ ഒരു ചെറുക്കനിലേക്ക് അമ്മ പറഞ്ഞു അപ്പുനെ പോലത്തെ ഒരു ചെറിയ പിന്നെ അത് അപ്പുനെ പോലെ എന്നുള്ളതായി മാറ്റിയിട്ട് വീട്ടിൽ എൻ്റെ അമ്മ അപ്പുനെ നിനക്ക് ആലോചിച്ചാലോ എന്നുള്ളതായി. അപ്പു നല്ലതല്ലേ, നമുക്കെല്ലാം അറിയാം, അവന് നീ കഴിഞ്ഞ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നറിയാം, നിനക്കും അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നറിയാം. അവന് നല്ലൊരു ചെറുക്കനാണ്, അഹങ്കാരവും പൈസ എടുത്ത് ആർത്തിയ ഫെയിമും കൊണ്ട് അങ്ങനെ ഒന്നിൻ്റെ അടുത്തൊരു ആർത്തിയില്ലാത്തൊരു സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉള്ളപ്പം മന്തി ഇല്ലാത്തൊക്കെ ചമ്മന്തി, അത് ഉള്ളപ്പോഴും മന്തി വേണമെന്നില്ല, ചമ്മന്തി എന്ന ധാരാളമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ചമ്മന്തി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഈ ഒരു വ്ളോഗ് കാണാത്തവർ ഒന്ന് പോയി കണ്ടാൽ മതി. എന്തായാലും കണ്ടു കാണുമായിരിക്കും. അത് എനിക്ക് തോന്നുന്നൊരു 1.2 മില്യണോളം വ്യൂസ് വരെയൊക്കെ വന്നതാണ്. ഇനി ഇതിൻ്റെ കുറച്ച് കമൻസ് ആണ്, അതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. തുടക്കത്തിൽ തലയിൽ കയറ്റും, പിന്നെ പൊക്കിയെടുത്ത് മുറ്റത്തോട്ട് എറിയുന്നത് കാണാം, ആവേശം ആ വേഷത്തോടാണ് എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നത്. കാര്യമാക്കണ്ട, തുടക്കത്തിൻ്റെ ആണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. MR രതീശ്വരനൊക്കെ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയി കാണുമല്ലോ. തുടക്കത്തെ ഒരു ആവേശത്തിനായിരിക്കും എല്ലാം. പിന്നീടുള്ള കമൻ്റ് എന്ന് വെച്ചാൽ 1 കൊല്ലം, അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എടുത്ത് കുത്താനായിരിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ്സ്, ഇതൊന്നും അല്ല കേട്ടോ കമൻറ്റ്. മെയിനായിട്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് വളരായിട്ടുള്ള ഒരുപാട് കമൻറ്റും കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വായിക്കുന്നൊന്നുമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ആ കല്യാണം നടത്തിയില്ല. അവിടെ കൂടുതലും ക്യാമറയും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നുണ്ട്. അകത്തോട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ഇത് പുറത്തുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, നമ്മൾ ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. റിയൽ ലൈഫിലാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാലം മാറി വരുമ്പം ആൾക്കാരുടെ രീതിയും സ്വഭാവവും ഒക്കെ മാറുകയൊക്കെ ചെയ്യും. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കുറച്ചും കൂടെ അപ്ഡേറ്റ് ആവണം അമ്മാവന്മാരെ. അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ കമൻറ്റ് ഇടുന്നവൻ്റെയൊക്കെ പ്രൊഫൈലിൽ കയറി നോക്കുകയാണെങ്കിലൊക്കെ ഇതിനേക്കാളും അപ്പുറത്തെ കോമഡി പീസുകളൊക്കെ കിടക്കുന്നത്. ചിലപ്പോൾ ഇവൻ്റെ മക്കളായിരിക്കും ഇങ്ങനെ മക്കളെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും കിട്ടിയർക്കനൊക്കെ. അതൊക്കെ വേണമെങ്കിൽ കാണാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരോട് ഒരു നല്ല ദിവസമായിട്ടാണെങ്കിൽ പോലും കുറേ എണ്ണം അങ്ങനെ നെഗറ്റീവ് അടിക്കുകയാണ്. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കൺപോസ് രേഖപ്പെടുത്തുക. എന്ത് തോന്നുന്നു ഇവറ്റയുടെ ഇതുപോലുള്ള രീതികളൊക്കെ കാണുമ്പോൾ? നിങ്ങൾ തന്നെ പറ. ബൈ, ലവ് യു ഓൾ.